ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏഴാം ഘട്ടത്തിൽ ഇതുവരെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. വിശദാംശങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിതിൻ? ഭദ്ര, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 1.5 മാസം നീണ്ടുനിന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു. ഇനി ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ്. ജൂൺ 4-ന് ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെയുള്ളത്. അല്പസമയം മുമ്പ് 5 മണിക്ക് ഇന്ന് വിധിയെഴുതിയ 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം 57 മണ്ഡലങ്ങൾ വിധിയെഴുതിയതോടുകൂടി രാജ്യത്തെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അവസാന കണക്ക് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്കാണ് ഏറ്റവും അവസാനം അതിൻ്റെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം പുറത്തുവിട്ടത്. 49.7% പോളിംഗാണ് 3 മണിക്ക് രേഖപ്പെടുത്തിയത്. അന്തിമമായ ഒരു കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് അവസാന ഘട്ടത്തിലും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കാതോർത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ മുന്നണിയും NDA സഖ്യവും നേരിട്ട തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭരണ തുടർച്ചയായി 3-ാം വട്ടവും അധികാരത്തിലേറുമെന്ന അവകാശവാദവുമായാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കഴിഞ്ഞ 2 ടേം, അതായത് 10 വർഷമായി അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പും ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പങ്കുവെക്കുന്നെങ്കിൽ 400+ സീറ്റുമായി അധികാരത്തിൽ തുടരും. 3ാമതും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്നാണ് BJP ക്യാമ്പ് അവകാശപ്പെടുന്നത്. ഇന്നും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബാക്കി എല്ലായിടങ്ങളിലും പോളിംഗ് സമാധാനപരമായിരുന്നു. ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിലെ പോളിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അത് ഫലവത്തായോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ, 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവസാനിച്ചത്. ഇനി വോട്ടെണ്ണലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വോട്ടെണ്ണലിന് മുന്നോടിയായി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആവേശം പകരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടാൻ പോകുന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതേപോലെ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുമോ, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമോ പുറത്തു വരിക തുടങ്ങിയവ അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. എന്തായാലും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് അവസാന പോളിംഗ് അല്പസമയം മുമ്പ് അവസാനിച്ചിരിക്കുന്നു. ഭദ്ര. നിതിൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എക്സിറ്റ് പോൾ ഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊന്നും പങ്കെടുക്കില്ല എന്നുള്ളത്. പ്രധാനമായും ഈ ചാനലുകളൊക്കെ റേറ്റിംഗിന് വേണ്ടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു ഭാഗത്ത് BJP എതിർത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തോൽക്കുമെന്ന ഭയം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയിരിക്കുന്നു അടിപിടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിതിൻ? തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും അടക്കം വലിയ തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിലയിരുത്തലും അവലോകനങ്ങളും അടക്കമുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അത്തരം ചർച്ചകളിൽ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്ന് AICCയുടെ മാധ്യമ വിഭാഗം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് കാരണം പറയുന്നത് മോഡി മീഡിയയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളാണ് പുറത്തു വരുന്നത്. അതിനോട് സഹകരിക്കാൻ താല്പര്യമില്ലെന്നാണ് AICCയുടെ മാധ്യമ വിഭാഗം ഔദ്യോഗികമായി അറിയിച്ചത്. അതിനെ
മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് BJP ക്യാമ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പരാജയം മണത്ത് അല്ലെങ്കിൽ പരാജയം ഉറപ്പാക്കിയ കോൺഗ്രസ് നേതൃത്വം ആളുകളുടെ മുന്നിൽ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന ഭയം കൊണ്ടാണ് എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്നും ഓടിയൊളിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. ഉത്തരേന്ത്യക്കകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് മോദി വിരുദ്ധ തരംഗമുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്താകുമോ ഈ തെരഞ്ഞെടുപ്പ്? ഇന്ത്യ മുന്നണിയെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഏകോപിപ്പിച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് അതിന് പറഞ്ഞ ന്യായീകരണം നരേന്ദ്രമോദി സർക്കാരിനെ NDAയെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരമാവധി ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾക്ക് സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പൂർത്തീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ? അല്ലെങ്കിൽ നരേന്ദ്രമോദിയും NDAയും BJP മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തുമോ എന്നതാണ് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുതന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാടടച്ചുള്ള പ്രചരണമാണ് രാജ്യത്തെമ്പാടും ഇരുമുന്നണികളുടെയും നേതൃത്വത്തിൽ പ്രബലമായ ഇരുമുന്നണികളുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. ചില പ്രാദേശിക പാർട്ടികൾ മുന്നണികളിൽ ഒന്നും ചേരാതെ തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ YSR കോൺഗ്രസ്, ഒഡീഷയിൽ ബിജു ജനതാദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലാണ് മത്സരിച്ചത്. ഇവർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കറുത്ത കുതിരകളാകുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ആർക്കനുകൂലമായിട്ടായിരിക്കും അവർ നിലപാട് സ്വീകരിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും YSR കോൺഗ്രസ് ആന്ധ്രയിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ബിജു ജനതാദൾ ഒഡീഷയിൽ മികച്ച മുന്നേറ്റം നടത്തും. കൂടാതെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി തനിച്ചാണ് മത്സരിക്കുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിക്കുക? നേരത്തെ മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി പറഞ്ഞത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും എന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. പക്ഷേ ആന്ധ്രയിലെ YSR കോൺഗ്രസ്, ജഗൻമോഹൻ റെഡ്ഡി നേതൃത്വം നൽകുന്ന YSR കോൺഗ്രസും ബിജു ജനതാദളും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഉത്തർപ്രദേശിൽ BSP ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടിയ കക്ഷിയാണ് ഉത്തർപ്രദേശിൽ BSPയുടെ നിലപാട് എന്തായിരിക്കും? ഇത്തരത്തിൽ ചെറു രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കും? ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന് കേവല ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കടന്നു വരുന്നതെങ്കിൽ ഈ പാർട്ടികളെല്ലാം തന്നെ, ഈ പ്രാദേശിക പാർട്ടികൾ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിർണായക ശക്തിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും NDAയെ അനുകൂലമായ ഒരു തരംഗം ആഞ്ഞടിക്കുമോ? അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ആധികാരികമായ വ്യക്തത വരുത്തണമെങ്കിൽ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കണം. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിൻ്റെ ഒരു സൂചനകൾ നൽകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. മോദി അനുകൂല എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നാണ് AICCയുടെ മാധ്യമ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. ആധികാരികമായി രാജ്യം ആര് ഭരിക്കും, NDA വാഴുമോ അതോ ഇന്ത്യ സഖ്യം വാഴുമോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ജൂൺ 4 ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും. ഭദ്ര. തീർച്ചയായും നിതിൻ, എന്തായാലും നമുക്ക് ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണി വരുമോ അതോ NDA സർക്കാർ തുടരുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരുന്നൊരു ഭാഗം എടുക്കുമ്പോൾ, അതായത് BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിൽ ഉള്ളൊരു പ്രചാരണം തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഭാഗം നോക്കുമ്പോൾ 2020 എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കോൺഗ്രസ്. എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ ഫലം വരാനിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ട് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് അറിയാനുള്ള സമയം അത് അടുത്തിരിക്കുകയാണ്. ഇനി വെറും മിനിറ്റുകൾ അല്ലെങ്കിൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയാൻ. എന്തായാലും 4-ാം തീയതി ഈ ഒരു ഫലം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു എക്സിറ്റ് ഫലം കൂടിയാണ് വരാനിരിക്കുന്നത്. നിതിൻ, മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം, പല ശക്തി പരീക്ഷണങ്ങൾ കൂടി ഉണ്ട് ഈ 2024 ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്
ഭാഗമാകുമ്പോൾ എന്നുള്ളതാണ്. നേരത്തെ ഒഡീഷയിലെ ബിജു ജനതാദൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെ ശിവസേനയുടെ ഒരു ശക്തി പരീക്ഷണം കൂടി നടക്കുകയാണ്. ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാവാനൊരു സാധ്യത? ഭദ്ര, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത AICCയുടെ മാധ്യമ വിഭാഗം തങ്ങളുടെ തീരുമാനം മാറ്റിയിരിക്കുന്നു. അതായത് എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അല്പസമയം മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ദേശീയ മാധ്യമങ്ങളിൽ മോദി അനുകൂല ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ആ മോദി അനുകൂല ചർച്ചകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിലെ അവർ നിയോഗിക്കുന്ന പ്രതിനിധികൾ ദേശീയ മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഈ നിമിഷത്തിൽ വരുന്ന ഒരു വാർത്ത കൂടിയാണത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് AICCയുടെ മാധ്യമ വിഭാഗം ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അതിനെ BJP വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യായം, മോദി അനുകൂല മാധ്യമങ്ങൾ മോദിക്ക് അനുകൂലമായ ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ഏകപക്ഷീയമായി പോകാതിരിക്കാൻ ഈ ചർച്ചകളിൽ കോൺഗ്രസിന്റെ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതു മുതൽ തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് NDA മുന്നണിയും ഇന്ത്യ സഖ്യവും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ NDA മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ 7 ഇന കർമ്മ പരിപാടികൾ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വോട്ടർമാർക്ക് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ ചർച്ചയായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുള്ള പ്രചരണം ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. NDAയുടെ നേതാക്കന്മാർ വ്യാപകമായ രൂപത്തിൽ ഉത്തരേന്ത്യക്കകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പലപ്പോഴും കോൺഗ്രസ് നൽകിയ പരാതി, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതി അവഗണിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നിരന്തരം പത്രസമ്മേളനം വിളിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനകത്ത് അയോധ്യ ഒരു വലിയ വിഷയമായി ഉയർത്തിക്കാട്ടാൻ BJP ഇതിൻ്റെ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നു. ഇത് എത്രത്തോളം വോട്ടായി മാറുമെന്ന കാര്യത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭദ്ര നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വളരെ മികച്ച പോരാട്ടമാണ്, അല്ലെങ്കിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ UDF ആയിരുന്നു വിജയിച്ചത്. ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു പരാജയം ഉണ്ടാകില്ലെന്ന് ഇടതുമുന്നണി ക്യാമ്പ് അവകാശപ്പെടുന്നു. എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്, UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. 20 സീറ്റുകളിലും ജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് UDF നേതൃത്വം പങ്കുവെക്കുന്നത്. അതിലെല്ലാം ഉപരി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. BJP അല്ലെങ്കിൽ NDA ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന 3 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. 1 തൃശ്ശൂർ, 2 തിരുവനന്തപുരം, 3 ആറ്റിങ്ങൽ. ഈ 3 മണ്ഡലങ്ങളിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന BJP സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ BJP നേതാക്കൾ അവകാശപ്പെട്ടത്. എന്തായാലും തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. K മുരളീധരൻ, അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ, BJPക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങിയ സുരേഷ് ഗോപി, ഇവർ 3 പേരും ചേർന്ന് നടത്തുന്ന ഒരു ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ അരങ്ങേറിയത്. ആരെ തുണയ്ക്കും തൃശ്ശൂരെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചില പ്രീപോൾ സർവേകളിൽ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചില പ്രീപോൾ സർവേകൾ പറഞ്ഞത് കേരളത്തിൽ ഒരുപക്ഷെ ഇത്തവണ ഒരു സീറ്റിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതോടൊപ്പം തന്നെ വാശിയേറിയ ഒരു മത്സരം നടന്ന മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ രംഗത്തിറക്കിയാണ് BJP കളം പിടിച്ചത്. എന്നാൽ ശശി തരൂർ എന്ന അതികായകന് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ
ചന്ദ്രശേഖരന് ജയിച്ചു കയറാൻ കഴിയുമോ? ഇത്തവണ BJPയെ കൈപിടിച്ചുയർത്തുമോ തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. 2014 BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. കേന്ദ്രമന്ത്രി V മുരളീധരനാണ് അവിടെ NDAക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. UDFന് വേണ്ടി സിറ്റിംഗ് MP അടൂർ പ്രകാശും ഇടതുമുന്നണിക്ക് വേണ്ടി നിലവിലെ MLA V ജോയും മത്സരിക്കുമ്പോൾ ആറ്റിങ്ങൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നു. പക്ഷേ കേരളത്തിൽ BJP ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലം 1 തൃശ്ശൂരും 2 തിരുവനന്തപുരവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ആലപ്പുഴയിലാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MP 2019 അവർ വിജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ. AM ആരിഫ്, അതോടൊപ്പം തന്നെ BJPക്ക് വേണ്ടി അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി ആലപ്പുഴയും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമുള്ളത് പത്തനംതിട്ടയാണ്. അനിൽ ആന്റണി അപ്രതീക്ഷിതമായി പത്തനംതിട്ടയിലേക്ക് കടന്നുവന്നു. അടുത്തിടെ BJPയിലേക്ക് പോയ നേതാവാണ് അനിൽ ആന്റണി. വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത്. 8 സംസ്ഥാനങ്ങളിലായി 57 മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് വിധി എഴുതിയത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനിനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ജനമനസ്സ് എന്നുള്ളത് അറിയാനുള്ള സമയമായിരിക്കുന്നു. 4-ാം തീയതി ജനവിധി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ന് വരുന്നത്.